മഴക്കെടുതി നേരിടുന്നതിൽ സംസ്ഥാന സർക്കാരും ജില്ലാ പ്രാദേശിക ഭരണകൂടങ്ങളും ഫലപ്രദമായ ഇടപെടലാണ് നടത്തുന്നതെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ആകെ 5 ലക്ഷത്തോളം വൈദ്യുതി കണക്ഷനുകൾ തകരാറിലായി. ഇതിൽ 92% ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പുനഃസ്ഥാപിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ഇരിട്ടിയിലെ വീട്ടിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 13 വില്ലേജുകളാണ് കൂടുതലായിട്ടും ബാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 13 സ്ഥലത്ത് ക്യാമ്പുകൾ, ഒരു ക്യാമ്പ് അവസാനിപ്പിച്ചു. 13 സ്ഥലത്ത് ഇപ്പോൾ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. 609 പേര് ഇപ്പോൾ ക്യാമ്പുകളിലായിട്ട് ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാലങ്ങളും റോഡുകളുടെയും തകർച്ചയുണ്ട്. അതിപ്പം മരാമത്ത് വകുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീടുകളുടെ തകർച്ചയുടെ കാര്യത്തിൽ ഞാനിപ്പോൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, തകർന്ന വീടുകൾ കണക്കുകൂട്ടുന്നതിൽ ഉള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണം. ഞാൻ ഇന്നലെ കുറേ സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ, ആറളം അയ്യങ്കുന്ന് പായം പഞ്ചായത്തുകൾ സന്ദർശിച്ചപ്പോൾ വീടിൻ്റെ പുറകിൽ മണ്ണിടിഞ്ഞ് വീടിന് പറ്റുന്ന നാശനഷ്ടം, അത് വലിയ ഗുരുതരമായ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായി. 2018 വെള്ളപ്പൊക്കത്തിൽ കരിക്കോട്ടക്കരിയിലും എടക്കാലത്തുമൊക്കെ വീട് തകർന്നതിന് സമാനമായിട്ടുള്ള വലിയ സംഭവങ്ങളുണ്ട്. അത്തരം വീടുകളുടെ നാശനഷ്ടങ്ങളെയും പൂർണ്ണ നാശനഷ്ടമായിട്ട് സംസ്ഥാന സർക്കാരും ജില്ലാ പ്രാദേശിക ഭരണകൂടങ്ങളും മുഴുവൻ വകുപ്പുകളും നാട്ടുകാരും സന്നദ്ധ സംഘടനകളും നല്ല രീതിയിലാണ് മഴക്കെടുതി ചെറുക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കെടുതിയിൽ സംസ്ഥാനത്ത് ആകെ 4,80,614 വൈദ്യുതി കണക്ഷനുകൾ തകരാറിലായി. ഇതിൽ 92% ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പുനഃസ്ഥാപിച്ചു. ഇനി 35,118 എണ്ണം മാത്രമാണ് ബാക്കിയുള്ളത്. 2,892 ട്രാൻസ്ഫോമറുകൾക്ക് തകരാറ് പറ്റി. വെള്ളം ഇറങ്ങിയതിനെ തുടർന്ന് ഇതിൽ 2,600 എണ്ണവും നന്നാക്കി ഇതിനകം ചാർജ് ചെയ്തു. 1,872 വൈദ്യുതി തൂണുകൾക്ക് നാശം നേരിട്ടു. ഇവ അതിവേഗതയിൽ പുനഃസ്ഥാപിച്ചു വരികയാണ്. വൈദ്യുതി മേഖലയിൽ ഏറ്റവും വലിയ നാശനഷ്ടം സംഭവിച്ചത് പത്തനംതിട്ട ജില്ലയിലും പിന്നെ കണ്ണൂരിലുമാണ്. കണ്ണൂരിൽ ശ്രീകണ്ഠാപുരം സർക്കിൾ പരിധിയിൽ വരുന്ന ചെറുപുഴ മുതലുള്ള ഭാഗങ്ങളിലും ഇരിട്ടി സർക്കിളിലെ മലയോര പ്രദേശങ്ങളിലുമാണ് കൂടുതൽ നാശം. ഇവ പരിഹരിക്കാനുള്ള പദ്ധതികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് ജലവൈദ്യുത പദ്ധതികളുള്ള അണക്കെട്ടുകളിലെ ജലനിരപ്പ് 42.5% മന്ത്രി വ്യക്തമാക്കി. ഇടുക്കി അണക്കെട്ടിൽ 30% ജലനിരപ്പ് 10% കൂടി ഇപ്പോൾ 40% കഴിഞ്ഞ വർഷം ഇതേ സമയം ഇടുക്കിയിൽ 73% ജലം. മഴക്കെടുതിയിൽ തകർന്ന വീടുകളുടെ നാശനഷ്ടം കണക്കാക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ മാറ്റണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായും മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. 2018 പ്രളയത്തിന് സമാനമായ അപകടങ്ങൾ കരിക്കോട്ടക്കരി പോലുള്ള സ്ഥലങ്ങളിലെ വീടുകൾക്ക് സംഭവിച്ചത് നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതായി മന്ത്രി പറഞ്ഞു. നിരവധി പാലങ്ങൾ തകർന്നിട്ടുണ്ട്. അവ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാനും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുഴകളിൽ മണ്ണിടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെടുന്ന അവസ്ഥ ഗൗരവതരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.